വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു തലമുറ എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. 1 പത്രോസ് 2-ാം അധ്യായം 9-ാം വാക്യം. എന്നാൽ നിങ്ങൾ ഇരുട്ടിൽ നിന്ന് തന്റെ അത്ഭുതകരമായ വെളിച്ചത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സ്തുതികൾ ഘോഷിക്കേണ്ടതിന് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു തലമുറ, രാജകീയ പുരോഹിത വർഗം, വിശുദ്ധ വംശം, സ്വന്തം ജനവുമാകുന്നു. ദൈവവചനം വീണ്ടും വീണ്ടും വായിക്കുമ്പോൾ നാം ആരാണെന്നും നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം എന്താണെന്നും നാം മനസ്സിലാക്കാൻ തുടങ്ങുന്നു. അവനെ മഹത്വപ്പെടുത്താൻ നാം നയിക്കപ്പെടുന്നു. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു തലമുറയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാണ്. പഴയ നിയമത്തിൽ ദൈവം അബ്രഹാമിന്റെ പിൻഗാമികളായ ഇസ്രായേലിനെ തന്റെ സ്വന്തം ജനമായി തിരഞ്ഞെടുത്തു. അവൻ അവർക്ക് വാഗ്ദാനങ്ങൾ നൽകി. അവൻ അവരുമായി ഒരു ഉടമ്പടി ചെയ്തു. സ്വന്തം കുടുംബത്തിൽ താൻ നിസ്സാരനായിരുന്നിട്ടും ദൈവം തന്നെ തിരഞ്ഞെടുത്തുവെന്ന് ദാവീദ് മനസ്സിലാക്കിയപ്പോൾ അവന്റെ ഹൃദയം നന്ദിയാൽ നിറഞ്ഞു. അവൻ ചോദിച്ചു, കർത്താവ് എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവൻ എന്തു പകരം കൊടുക്കും? അവൻ തുടർന്നു, ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കും. ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് ശരിക്കും അത്ഭുതകരമാണ്. ചിലർ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെടുന്നു. ചിലർ ജനിക്കുന്നതിന് മുൻപ് തന്നെ, മറ്റു ചിലർ ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ. ശക്തരെ ലജ്ജിപ്പിക്കാൻ അവൻ ദുർബലന്മാരെയും ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ എളിമയുള്ളവരെയും തിരസ്കരിക്കപ്പെട്ടവരെയും തിരഞ്ഞെടുത്തു. പത്രോസ് എഴുതുന്നത് പോലെ പിതാവായ ദൈവത്തിന്റെ മുന്നറിവനുസരിച്ച് ആത്മാവിന്റെ വിശുദ്ധീകരണത്തിനും അനുസരണത്തിനും യേശുക്രിസ്തുവിന്റെ രക്തം തളിക്കുന്നതിനും തിരഞ്ഞെടുത്തു. ഇതൊന്ന് പത്രോസ് 1-ാം അധ്യായം 2-ാം വാക്യത്തിൽ കാണപ്പെടുന്നു. ദൈവത്തിന്റെ പ്രിയ മക്കളെ, ലോകം നിങ്ങളെ അപരിചിതരെന്നോ പുറത്തുള്ളവനെന്നോ വിളിച്ചാലും അത്യുന്നതനായ ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം 1 പത്രോസ് 2-ാം അധ്യായം 5-ാം വാക്യം. നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ഒരു ആത്മീയ ഭവനമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗങ്ങൾ കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമായി പണിയപ്പെടുന്നു. ഇന്നത്തെ ബൈബിൾ വായന: രാവിലെ 1 ദിനവൃത്താന്തം 28-29 അധ്യായങ്ങൾ. വൈകുന്നേരം യോഹന്നാൻ 9-ാം അധ്യായം 24 മുതൽ 41 വരെയുള്ള വാക്യങ്ങൾ. ആമീൻ.